നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ഭൂമി തരം മാറ്റത്തിന് ഇളവനുവദിച്ച് സർക്കാർ ഉത്തരവായി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസ് വീഴ്ച തുറന്നു പറഞ്ഞ് മുഖ്യമന്ത്രി. വന്യജീവി ആക്രമണം സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് എ പ്രഭാകരൻ MLA. മംഗലം ഗോവിന്ദാപുരം പാത അടിയന്തര നവീകരണത്തിന് 7,50,00,000 പരിഗണനയിലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. ഭൂമി തരം മാറ്റത്തിന് ഇളവനുവദിച്ച് സർക്കാർ ഉത്തരവായി. ഭൂമി തരം മാറ്റത്തിൽ ഇളവനുവദിച്ച് സർക്കാർ ഉത്തരവായി. 10 സെന്റ് തണ്ണീർത്തട ഭൂമിയിൽ 120 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരം മാറ്റ അനുമതിയുടെ ആവശ്യമില്ലെന്നാണ് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ഉത്തരവ് നൽകിയത്. 5 സെന്റ് ഭൂമിയിൽ 40 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വാണിജ്യാവശ്യ കെട്ടിട നിർമ്മാണത്തിനും 2018 തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമപ്രകാരമുള്ള തരം മാറ്റം ആവശ്യമില്ലെന്നാണ് ഉത്തരവിലുള്ളത്. ഈ വിധമുള്ള വീടുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിന് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ യാതൊരു കാരണത്താലും തരം മാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയും. പക്ഷേ ഈ ഒഴിവാക്കൽ ഒരു തവണ മാത്രമേ അനുവദിക്കൂ. സെൽഫ് സർട്ടിഫിക്കേഷന് കൂടി അർഹമായ ലോ റിസ്ക് കെട്ടിടമായതിനാൽ കാലതാമസം കൂടാതെ അപേക്ഷ തീർപ്പാക്കണമെന്നും സ്ഥലപരിശോധന അടക്കം ആവശ്യമായതിൽ ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി ഇവ പൂർത്തിയാക്കണമെന്നും ഉത്തരവിലുണ്ട്. നിലവിൽ ഈ ഗണത്തിലുള്ള അപേക്ഷകൾ ഈ മാസം 28-നകം തീർപ്പാക്കണം. കൂടുതൽ രേഖകൾ, അപേക്ഷകന്റെ സാന്നിധ്യം എന്നിവ ആവശ്യമായവയിൽ 27-28 തീയതികളിലായി തദ്ദേശ സ്ഥാപനങ്ങളിൽ തീർപ്പാക്കാൻ അദാലത്തുകൾ നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസ് വീഴ്ച തുറന്നു പറഞ്ഞ് മുഖ്യമന്ത്രി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി മുഖ്യമന്ത്രി. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന പരാതിയെ ഗൗരവത്തോടെ പോലീസ് കണ്ടില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഒരു തെറ്റിനെയും അംഗീകരിക്കില്ലെന്നും അത് ചെയ്യുന്നവരെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതികൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് എന്ത് ചെയ്യാനാവുമെന്നത് ഗൗരവമായി ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള അധികാരം പോലീസിനില്ല. പോലീസിനെ കോടതിയെ അറിയിക്കാൻ മാത്രമാണ് സാധിക്കുക. ഇതിൽ നടപടി സ്വീകരിക്കാനുള്ള പൂർണ്ണ അധികാരം പോലീസിന് നൽകാനാകുമോ എന്നതാണ് ചിന്തിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വന്യജീവി ആക്രമണം സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് എ പ്രഭാകരൻ MLA. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന രൂപത്തിൽ ഒരു സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് എ പ്രഭാകരൻ MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. പരിക്കേൽക്കുന്നവർക്കും വിളനാശം നേരിടുന്നവർക്കും നൽകുന്ന തുക അപര്യാപ്തമാണെന്നും പരിഷ്കരിക്കണമെന്നും എ പ്രഭാകരൻ MLA ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചിട്ടാണ് എൻ്റെ സബ്മിഷൻ. ഇത് പലതവണയായി ഞാൻ സഭയിൽ ഉന്നയിക്കുകയാണ്. മലമ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ന് വന്യജീവികളുടെ ആക്രമണം മൂലം ഏറെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലാണ്. മണ്ഡലത്തിലാകെയുള്ള 8 പഞ്ചായത്തുകളിലും ഇവരുടെ ശല്യം രൂക്ഷമാണ്. അകത്തേത്തറ, പുതുപ്പിരാരും, മുണ്ടൂർ പഞ്ചായത്തുകളിൽ പുലി, കരടി, ആന. മലമ്പുഴ പഞ്ചായത്തിൽ പുലിയും കാട്ടുപോത്തും. പുതുശ്ശേരി, മരുതറോഡ് പഞ്ചായത്തുകളിൽ ആന എന്നിവയുടെ ശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനു പുറമെ കാട്ടുപന്നിയുടെ ശല്യവും വളരെ രൂക്ഷമാണ്. കാട്ടുപന്നി മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന് പുറമെ എല്ലാ കൃഷികളും നശിപ്പിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊന്നും ജനങ്ങൾക്ക് ഒരു വിളയും ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. മലമ്പുഴ പഞ്ചായത്തിൽ 2 ആഴ്ച മുൻപാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ചളിയിൽ പുതഞ്ഞ് ചത്തുപോയത്. ഇവിടെ പുതുശ്ശേരി പഞ്ചായത്തിലെ വാദ്യാർ ചള്ളിയിലാണെങ്കിൽ നെൽകൃഷി നശിപ്പിക്കുന്ന ആനയെ തുരത്താൻ പോയ വിജയൻ എന്ന കൃഷിക്കാരനെ ആനയെ ആക്രമിച്ച് വാരിയെല്ലുകളൊക്കെ തകർന്ന് ചികിത്സയിലാണ്. ജനങ്ങളാകെ വലിയ ഭീതിയിലാണ്. രാവിലെ പ്രഭാത സവാരിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് നിലവിൽ 10,000 രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. പിന്നെ മരുന്ന് ചെലവും. അത് വളരെ ഗുരുതരമായി പരിക്കേറ്റാലും ഈ തുക മാത്രമാണ് നൽകുന്നത്. ഇത് തീരെ അപര്യാപ്തമാണ്. അതുപോലെ തന്നെ വിളനാശം സംഭവിക്കുന്ന കൃഷിക്കാർക്ക് നൽകുന്ന തുകയും തീരെ കുറവാണ്. ഇത് രണ്ടും അടിയന്തരമായി വർദ്ധിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന രൂപത്തിൽ ഒരു സമഗ്ര പാക്കേജ് അനുവദിക്കണമെന്നും ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുസ്ഥിതിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും കേന്ദ്രത്തിലെ നിയമവും വെച്ച് ഈ വന്യജീവികളുടെ കടന്നുവരവ് തടുത്തു നിർത്താൻ കഴിയില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കാരണം ഞാൻ പലതവണ ഈ സബ്മിഷൻ ഉന്നയിച്ചതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഭാവിയിൽ ഈ പുരാണങ്ങളിലൊക്കെ കാണുന്നത് പോലെ മനുഷ്യനും വന്യമൃഗങ്ങളും ഇടപഴകി ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഇന്നത്തെ പുരോഗതിയെ ഉപയോഗപ്പെടുത്തി
ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്ന കാര്യം ഇപ്പം തന്നെ ആലോചിക്കുന്നത് കൂടി നന്നാകും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി. സർ, ബഹുമാനപ്പെട്ട മലമ്പുഴ MLA നമ്മുടെ സംസ്ഥാനം പൊതുവെ ചർച്ച ചെയ്യുന്നൊരു പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സർ, ഇപ്പോൾ വന്യജീവി അക്രമം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന യാഥാർത്ഥ്യത്തെ മറന്നിട്ട് കാര്യമൊന്നുമില്ല. ആ സാഹചര്യത്തിൽ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അടിയന്തരമായും തയ്യാറാക്കി നടപ്പിലാക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് ആശ്വാസകരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ആ നിലക്കുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രദേശത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മലമ്പുഴ മണ്ഡലത്തിൽ മരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ അവിടെ MLAയുടെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. MLAയുടെ ഫണ്ടിൽ നിന്ന് തന്നെ വാളയാർ റേഞ്ചിലേക്കൊരു വാഹനവും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെ പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുമുണ്ട്. ഇവിടെ ഈ പന്നികളുടെ ആക്രമണം തടയാൻ പാലക്കാട് ജില്ലയിൽ മാത്രം 2022 മുതൽ നാളെ വരെ 730ഓളം കാട്ടുപന്നികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് എന്നത്, ഇതിൽ പഞ്ചായത്തുകൾ വിചാരിച്ചാൽ കാട്ടുപന്നികളുടെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ആ കാര്യത്തിൽ ജനങ്ങളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മെമ്പർ എടുക്കുന്ന മുൻകൈ എനിക്കറിയാം. അത് കുറേ കൂടി നല്ല നിലയിൽ നടത്താൻ അദ്ദേഹം തയ്യാറായാൽ നമുക്കെല്ലാവർക്കും സഹകരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. മംഗലം ഗോവിന്ദാപുരം പാത അടിയന്തര നവീകരണത്തിന് 7,50,00,000 പരിഗണനയിലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മംഗലം ഗോവിന്ദാപുരം പാതയിൽ അടിയന്തരമായി നവീകരണം ആവശ്യമായ ഭാഗത്തിന് 7,50,00,000 എസ്റ്റിമേറ്റ് അനുവദിക്കുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു. കെ ബാബു MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വടക്കഞ്ചേരി പൊള്ളാച്ചി പാതയുടെ നവീകരണത്തിന് 60 കോടിയുടെ എസ്റ്റിമേറ്റ് പരിഗണനയിലാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതും നെന്മാറ ആലത്തൂർ തരൂർ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണ് മംഗലം ഗോവിന്ദാപുരം അഥവാ വടക്കഞ്ചേരി പൊള്ളാച്ചി സ്റ്റേറ്റ് ഹൈവേ 58. സാർ, 38.912 കിലോമീറ്റർ ദൂരമുണ്ട്. സാർ, ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെയും പഴനി, മധുര, രാമേശ്വരം, ഏർവാടി, വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, പറമ്പിക്കുളം, കൊടൈക്കനാൽ, മൂന്നാർ കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടകരുടെയും ടൂറിസ്റ്റുകളും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡും ഈ റോഡ് തന്നെയാണ്. സാർ, ഏകദേശം 13 വർഷം മുൻപാണ് BNMBCയിൽ റോഡ് അഭിവൃദ്ധിപ്പെടുത്തിയത്. സാർ, ഇപ്പോഴും കുപ്പിക്കഴുത്ത് പോലുള്ള 4 ബ്രിഡ്ജുകളും ഈ റോഡിലുണ്ട്. സാർ, ഗോവിന്ദാപുരം കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒന്നാന്തരം 4 വരി പാതയും സൂപ്പർ ഹൈവേയിലും എത്തിച്ചേരും. എന്നാൽ വടക്കഞ്ചേരി കഴിഞ്ഞാലും നാഷണൽ ഹൈവേ 47ലേക്കും എത്തിപ്പെടാൻ കഴിയും. ഇവിടെയാണെങ്കിൽ ജലജീവ മിഷന്റെ പ്രധാനപ്പെട്ട ലൈൻ വേണ്ടി റോഡിന് ഇരുവശവും വെട്ടിപ്പൊളിച്ചതും മഴക്കാലങ്ങളിൽ ഉൾപ്പെടെയുള്ള റോഡുകളുടെ തകർച്ചയും നിരവധി ജീവനുകളാണ് ഈ റോഡിലൂടെ പൊഴിഞ്ഞുപോയത്. സർ, കൊല്ലങ്കോട് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതും എന്നാൽ തുക അനുവദിക്കാത്തതുകൊണ്ടും എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടും ആ കൊല്ലങ്കോട് ബൈപ്പാസ് കൊല്ലങ്കോടിന്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗത്തുകൂടെ പോകുന്നതിന് പകരമുള്ള സമീപനം ആ റോഡും ബൈപ്പാസിനുള്ള അനുവാദവും കിട്ടിയില്ല. നെന്മാറ തിരക്കേറിയ നഗരമാണ്. അത് ബഡ്ജറ്റിൽ തന്നെ വകയിരുത്തി കിബിയിൽ ഉൾപ്പെടുത്തിയ ബൈപ്പാസ് റോഡിനും ഇവിടെ ഭാരത് മാലയിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞ് ഈ 2 ബൈപ്പാസുകളെയും
നമുക്ക് ലഭിച്ചില്ല. സർ, KRF വിഭാഗം മലയോര ഹൈവേയുടെ സർവേ നടക്കുന്നുണ്ട്. പക്ഷേ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന സാമ്പത്തിക സ്ഥിതി നോക്കി പലരും പിന്മാറുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ സർ, 18,500 മുതൽ 25 കിലോമീറ്റർ വരെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 7.50 ലക്ഷത്തിന് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സാർ, PWD വകുപ്പാണെങ്കിൽ ഇടയ്ക്കിടെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് എന്നത് സ്വാഗതാർഹം തന്നെയാണ്. സാർ, അതുകൊണ്ട് മംഗലം ഗോവിന്ദാപുരം സ്റ്റേറ്റ് ഹൈവേ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം എന്നതാണ് ഞാൻ ഈ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര മന്ത്രി. സാർ, വടക്കഞ്ചേരി പൊള്ളാച്ചി സംസ്ഥാന പാതയുടെ നവീകരണമാണ് ബഹുമാന്യനായ ശ്രീ K. ബാബു ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചത്. 38.912 കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണ്. നെന്മാറ ടൗണിലെ ഗതാഗതക്കുരുക്ക് അദ്ദേഹം ഇവിടെ പറഞ്ഞു. അത് വളരെ പ്രധാന പ്രശ്നമാണ്. അത് ഒഴിവാക്കാൻ അദ്ദേഹം വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നെന്മാറ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് RBDCക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലങ്കോട് ബൈപ്പാസ് നിർമ്മാണത്തിന് ജൂലൈ 14, 2009 തീയതിയിൽ അന്ന് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് പ്രകാരം ഭരണാനുമതി ലഭിച്ചിരുന്നു. അലൈൻമെന്റ് പ്രകാരം 14.061 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് 25% തുക റവന്യൂ വകുപ്പിൽ കെട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ പ്രസ്തുത പ്രവൃത്തിക്ക് പുതിയ SOR പ്രകാരം 60 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പരിഗണിച്ചു വരുന്നു. 18,500 മുതൽ 25 കിലോമീറ്റർ വരെയുള്ള ഭാഗം അടിയന്തര നവീകരണം ആവശ്യമായ സാഹചര്യത്തിൽ ശബരിമല ഫെസ്റ്റിവൽ വർക്ക് 2024-25 ഉൾപ്പെടുത്തി 7,50,00,000 രൂപയുടെ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകുന്ന കാര്യം പരിഗണനയിലാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. എലപ്പുള്ളി പഞ്ചായത്ത് യോഗം നിർദ്ദിഷ്ട ബ്രൂവറി പ്രാഥമിക അനുമതിക്കെതിരെ പ്രമേയം പാസാക്കി. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി റദ്ദാക്കണമെന്ന് പ്രമേയം പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചു. CPIM-ലെ 8 അംഗങ്ങളുടെ എതിർപ്പോടെയാണ് ഏറെ നീണ്ട വാഗ്വാദങ്ങൾക്ക് ശേഷം പ്രമേയം കോൺഗ്രസ് BJP അംഗങ്ങളുടെ പിന്തുണയോടെ പാസായത്. കോൺഗ്രസ് അംഗം രമേശൻ, BJP അംഗം സന്തോഷ് എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ CPIM നോട്ടീസ് നൽകിയ അവിശ്വാസ പ്രമേയം മറ്റന്നാൾ പഞ്ചായത്ത് ഭരണസമിതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ എന്നതാണ് കൗതുകകരം. മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് വ്യാഴാഴ്ച കൊടിയേറും. നെല്ലറയിലെ പ്രസിദ്ധ വേല മഹോത്സവമായ മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് മറ്റന്നാൾ കണ്യാറോടെ കൊടിയേറ്റം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ചാന്താഭിഷേകം ഒഴിവാക്കിയാണ് വേല ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാർഷിക വൃത്തിയുടെ ഭാഗമായി നിൽക്കുന്ന മണപ്പുള്ളിക്കാവ് വേല നഗരവേല എന്ന പേരിലാണ് ജില്ലയ്ക്ക് പുറത്ത് അറിയപ്പെടുന്നത്. കുംഭമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറ്റം നടന്ന് 3ാമത്തെ വ്യാഴാഴ്ചയാണ് വേല ആഘോഷിക്കുന്നത്. വേലയ്ക്ക് കൊടിയേറ്റം നടക്കുന്നതോടെ സോപാന സംഗീതം, ചാക്യാർകൂത്ത്, ഡബിൾ തായമ്പക, സംഗീത നിശ, ഗാനമേള എന്നിവ അരങ്ങേറും. വേല ദിവസം 15 ഗജവീരന്മാരും പഞ്ചവാദ്യവും ചേർന്ന് നഗരവേല നടക്കും. സർക്കാർ വിഭാഗങ്ങളുടെ ആവശ്യമായ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ഥലപരിമിതിയും നിയമ തടസ്സവും മൂലം വെടിക്കെട്ടുണ്ടാവില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് രക്കണ്ടത്ത് ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, A. മണികണ്ഠൻ, ജയശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നഗരവേല എന്ന യാതികേട്ട കിഴക്കേക്കര മണപ്പുള്ളിക്കാവ് വേല ആചാരത്തനിമയിലും ആഘോഷ മികവിലും മുൻപന്തിയിൽ നിൽക്കുന്നു. വൃശ്ചികമാസം 3ാമത്തെ വെള്ളിയാഴ്ച കതിർ ആഘോഷിക്കുകയാണ്. വേല ആരംഭിക്കുകയായി. കതിർ ആഘോഷിക്കുന്നതോടെ വേല ആരംഭിക്കുകയായി. ഈ കതിർ കൂടുകൾ ദേശത്തെ വീടുകളിൽ മുന്നിൽ കെട്ടിക്കൊടുക്കുന്ന വേലയൊരു വിളംബരമാണ്. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറി 3ാമത്തെ വ്യാഴാഴ്ച വേല എന്നാണ് പതിവ്. ഈ കൊടിയേറ്റത്തിന് നമ്മളൊരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കിണാശ്ശേരിയിലെ ഹരിജനങ്ങളുടെ കാരണവർ
മണി എറിഞ്ഞ് വേലയുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതും ഒരു ചടങ്ങാണ്. കൊടിമരം തയ്യാറാക്കൽ അവിടുത്തെ ഒരു തച്ചൻ ആയ ശ്രീകൃഷ്ണകുമാരനാണ് അവകാശം. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയായ വ്യാപാരിക്ക് നേരെ നടന്ന വധശ്രമം. പ്രധാനി അറസ്റ്റിൽ. ഒറ്റപ്പാലത്ത് മായനൂർ പാലത്തിന് താഴെ തമിഴ്നാട് സ്വദേശിയായ വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രധാനി അറസ്റ്റിൽ. കരൂർ കൃഷ്ണരായപുരം മേലെ അഗ്രഹാരത്തിൽ 30-കാരനായ മുത്തുകുമാരനെയാണ് പോലീസ് പിടികൂടിയത്. സ്വത്ത് തട്ടിയെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കൊലപാതക ശ്രമം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. ജൂലൈ 11-ന് കരൂർ മുതലിയാർ തെരുവിലെ പത്മനാഭൻ എന്നയാൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വാണിയംകുളം ചന്തയിലേക്ക് വന്ന പത്മനാഭൻ രാവിലെ 7:15 ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങി ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോകുമ്പോഴാണ് മുത്തുകുമാരൻ നൽകിയ കൊട്ടേഷൻ പ്രകാരം കൃത്യം ഏറ്റെടുത്ത് ട്രെയിനിൽ പിന്തുടർന്നെത്തിയ ക്രിമിനൽ സംഘം പത്മനാഭനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ പത്മനാഭന് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ശബ്ദം കേട്ട പരിസരത്തു നിന്നും ആളുകൾ എത്തിയതോടെ അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റപ്പാലം പോലീസ് പത്മനാഭനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കുള്ളവരടക്കം 8 പേർ വിവിധ ഘട്ടങ്ങളിലായി പിടിയിലായിരുന്നു. മുഖ്യ ആസൂത്രകന് വേണ്ടി അന്വേഷണം തുടരുന്നതിനിടെയാണ് മുത്തുകുമാരൻ തമിഴ്നാട്ടിൽ കേസുകളിൽ പിടിയിലാവുന്നത്. ഇതോടെ കോടതി മുഖേന മധുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മുതലമടയിലെ അനധികൃത ക്വാറികൾക്കെതിരെ 25-ന് തിരുവനന്തപുരത്ത് മാർച്ചും ധർണയും. മുതലമട പഞ്ചായത്തിലെ അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹരിതഭൂമി 25-ന് തിരുവനന്തപുരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പിരിയാരി സെയ്ദ് മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഖനനം പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് മുതലമടയിൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. ജിയോളജി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് മുതലമടയിൽ 30-ലധികം ക്വാറികൾ പ്രവർത്തിക്കുന്നത്. അനധികൃത ക്വാറികൾ പ്രവർത്തിക്കാനായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതഭൂമിയുടെ നിരന്തര പോരാട്ടത്തെ തുടർന്ന് 21 ക്വാറികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും 1,13,05,860 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ ഭീമമായ പിഴയിൽ നിന്ന് ക്വാറി ഉടമകളെ ഒഴിവാക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ക്വാറികളും തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. ക്വാറികൾക്കെതിരെ സമരം നടത്തിയതിന് വധഭീഷണി നിരന്തരമുണ്ടായിട്ടുണ്ട്. മുഴുവൻ ക്വാറികളും അടച്ചുപൂട്ടണമെന്നും പരിസ്ഥിതി ലോല പ്രദേശമായ മുതലമടയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നതെന്ന് സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. VS രാധാകൃഷ്ണൻ, പത്മമോഹൻ തെക്കേമഠം, TP കനകദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞാൻ രക്തസാക്ഷി ആകാനും ശരി, ചാകാനും ശരി, ടിപ്പർ കയറി എന്നെ കൊല്ലുകയാണെങ്കിൽ ശരി, ഞാനിത് പൂർണ്ണമായിട്ട് നിർത്താതെ ജീവനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരാളും ഞാൻ പിന്നോട്ട് പോകില്ല. നിങ്ങൾക്കറിയാലോ, എൻ്റെ ഓരോ സമരങ്ങളും ആൾക്കൂട്ടങ്ങളോ ആൾബലമോ ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാക്കാറില്ല. ഞാനങ്ങനെ എല്ലാവരും വിളിച്ച് വലിയ ആഘോഷമൊന്നും ആക്കാറില്ല. ജനുവിലായ വിഷയങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നാളെ മനുഷ്യകുലത്തിനും പക്ഷിമൃഗാദികൾക്കും നിലനിൽപ്പിനും ആവാസ വ്യവസ്ഥകളെ തകർക്കുന്ന, പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഇത്തരം കോറികൾക്കെതിരെ, പ്രത്യേകിച്ച് മുതലമടയിലെ ഈ പറയുന്ന ഉപ്പിൽപ്പരൽ കോറികൾ പൂർണ്ണമായും നിർത്തുന്നത് വരെയുള്ള സമര പോരാട്ടമാണ് ഹരിതഭൂമി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി 1 വർഷം മുമ്പ് ഞാൻ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു കളക്ടറേറ്റിന് മുന്നിൽ. പിന്നെ പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾക്ക് പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഈ അടുത്ത കാലത്ത് ചിത്രാമടയിൽ വന്ന് ജില്ലാ കളക്ടർ അവരുടെ മുമ്പിൽ അനിശ്ചിതകാല നിരാകാര സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി ആണ് ഈ 21 കോറികൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോയും മറ്റ് കൊടുക്കാനുള്ള കാരണം. ഇതിന് ഞാൻ തൃപ്തരല്ലാന്ന് പറഞ്ഞല്ലോ. എനിക്കതിൽ ഇപ്പോഴും ഈ നിയമലംഘനം നടത്തി ഒട്ടനവധി കോറികൾ ആ പ്രദേശത്ത് വീണ്ടും പ്രവർത്തിക്കുകയാണ്. മുതലമട എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ആ പേര് പോലെ തന്നെ അവിടെയുള്ള കക്ഷി രാഷ്ട്രീയ മാഫിയാക്കൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോറി മാഫിയാക്കൾ നിരന്തരം ഇടപെടലിലൂടെയാണ് ഒരു ആവാസ വ്യവസ്ഥയെ, അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക വിജ്ഞാപനം കൂടിയുണ്ട്, പരിസ്ഥിതി ലോല പ്രദേശമാണ്. മുതലമടയിൽ ഒരു കാരണവശാലും ഖനന പ്രവർത്തനം പാടില്ല എന്ന് ശക്തമായ താക്കീതുകളുള്ളതാണ്. പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് റോഡിൽ നിന്ന് ശകുന്തള ജംഗ്ഷനിലേക്കുള്ള
റെയിൽവേ മേൽപ്പാല ഗോവണി വിസ്മൃതിയിലേക്ക്. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് റോഡിൽ നിന്നും ശകുന്തള ജംഗ്ഷനിലേക്കുള്ള ഈ റെയിൽവേ മേൽപ്പാല ഗോവണിക്ക് 60 വർഷത്തിലധികം കാലത്തെ പഴക്കമുണ്ട്. കാലപ്പഴക്കം മൂലം പാലത്തിന്റെ സ്ലാബുകൾ ഇളകി യാത്രക്കാർക്ക് അപകട ഭീഷണിയായതോടെ ഇന്ത്യൻ പീപ്പിൾ TV വാർത്തയിലൂടെ ഗൗരവാവസ്ഥ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതോടെ അതുവഴിയുള്ള യാത്ര നിരോധിച്ച് അധികൃതർ ഗോവണി അടച്ചുപൂട്ടി. പിന്നീട് യന്ത്ര ഗോവണി പരിസരത്ത് വന്നതോടെ പഴയ ഗോവണി മേൽപ്പാലം കേവലം ഒരു കാഴ്ചവസ്തുവിന്റെ അവസ്ഥയിലായി. റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ഈ ഗോവണി ഇനി ചരിത്രശേഷിപ്പുകളുടെ ഭാഗമായേക്കാം. പട്ടികജാതി പട്ടികവർഗ കൂടുതൽ പദ്ധതിയും തുകയും വകയിരുത്തിയെന്ന വാദം കാപട്യമെന്ന് SC/ST സംരക്ഷണ മുന്നണി. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുകയും വകയിരുത്തിയെന്ന സർക്കാർ വാദം കാപട്യമാണെന്ന് SC/ST സംരക്ഷണ മുന്നണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബജറ്റിൽ വിവിധ പദ്ധതികൾ ഇല്ലാതാക്കുകയും തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത സർക്കാർ മുൻവർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി K. മായാണ്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിന് സഹായകമാവുന്ന 20 പദ്ധതികളിൽ 500 കോടി രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. പട്ടികജാതി വർഗ വികസനത്തിനായി 114.9 കോടി വർദ്ധിപ്പിച്ചു എന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് വിവിധ പദ്ധതികളിലെ 500 കോടി വെട്ടിക്കുറച്ചത്. ഫലത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 386 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം വീടും സ്ഥലവുമില്ലാത്ത 76,308 പട്ടികജാതി കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. 43,800 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള തുകയാണ് സർക്കാർ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയതിലൂടെ ഇല്ലാതായത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ പദ്ധതി വിഹിതവും ഇല്ലാതാക്കി. 1997 മുതൽ 2001 വരെ 1,133.35 രൂപയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1,752.42 കോടിയും പാഴാക്കി. ലാപ്സായ തുക തിരികെ പിടിച്ച് ചിലവഴിക്കണം. പട്ടികജാതി വർഗ ഫണ്ടുകൾ വകമാറ്റാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും K. മായാണ്ടി പറഞ്ഞു. പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട്, സതീഷ് ആനച്ചിറ, ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു വർഷം പദ്ധതി അംഗീകരിച്ചാൽ അതിന് 1 കോടി രൂപ വെട്ടിക്കൊടുത്താൽ അത് പദ്ധതി കുറഞ്ഞു 500 കോടി രൂപയുടെ കുറഞ്ഞ പദ്ധതിയാണ്. അതിൽ നിന്നാണ് 500 കോടി വെട്ടിക്കുറച്ചിട്ട് 114 കോടി രൂപ അധികമായി വാങ്ങിയിരുന്നെന്ന് പറയുന്നത്. അപ്പോൾ പട്ടികജാതി പദ്ധതി വെട്ടിക്കുറച്ചിരിക്കുന്ന വെട്ടിനിരുത്തിയിരിക്കുകയാണ് സർക്കാർ. അത് മാക്സിമം വളരെ പട്ടികജാതിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അവരെ പുരോഗതി ബാധിക്കുന്ന പദ്ധതികളാണ് ഈ വർഷം വെട്ടിക്കുറച്ചിരിക്കുന്നത്. വീട് പൂർത്തീകരണവും നവീകരണവും അത് 222.06 കോടി രൂപയിൽ നിന്നും 173.06 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. ഈ വർഷം വെട്ടിക്കുറച്ചു. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങാൻ 170 കോടി രൂപയിൽ നിന്നും 70 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. പടിഞ്ഞാറെ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ നാളെ പ്രതിഷ്ഠാദിന മഹോത്സവം. മണപ്പുള്ളിക്കാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാറെ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ നാളെ പ്രതിഷ്ഠാദിന മഹോത്സവവും 14-ന് കൊടിയേറ്റവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലയ്ക്ക് കൊടിയേറ്റം നടക്കുന്നതോടെ പടിഞ്ഞാറെ യാക്കരയും പരിസര പ്രദേശങ്ങളും ഉത്സവ ദിനങ്ങളിലേക്ക് മാറും. മുട്ടിക്കുളങ്ങര, കൊപ്പം, വടക്കന്തറ, പുതുപ്പരിയാരം തുടങ്ങിയ ദേശങ്ങൾ കൂടി മണപ്പുള്ളിക്കാവ് വേലയുടെ ഭാഗമാകും. 21-ന് ദീപാലങ്കാരം തെളിയുന്നതോടെ 25 വരെ കലാ സാംസ്കാരിക സന്ധ്യകൾ ഉണ്ടാവും. 24-ന് പ്രസീത ചാലക്കുടിയും 26-ന് വിനീത് ശ്രീനിവാസനും കലാസന്ധ്യകൾക്ക് നേതൃത്വം വഹിക്കും. നഗരം ചുറ്റലോടെ 27-ന് വേല സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് അനീഷ് MJ, കൺവീനർ രാജൻ TMT, ട്രഷറർ അനന്തകൃഷ്ണൻ, പ്രവീൺ കലാധരൻ, സുനീഷ് സുന്ദരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംഗീതജ്ഞൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ് ഇപ്രാവശ്യം പാലക്കാടിന്റെ മണ്ണിലേക്ക് വരുന്നത്. പടിഞ്ഞാറ് പ്രദേശത്തിന്റെ ഈ മണപ്പുള്ളി പകുതി വേലയിൽ 21-ന് ഞങ്ങളുടെ ലൈറ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മവും കൂടി നടക്കുന്നുണ്ട്. ദീപാലങ്കാരം 5 നില വേലപ്പന്തലാണ് ഇപ്രാവശ്യം നമ്മൾ ഈ 2025-ലേക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെബ്രുവരി 27-ന് വേല മഹോത്സവം തുടങ്ങിയാൽ ഫെബ്രുവരി 27 രാത്രി വരെയും അതിന്റെ ഉത്സവാഘോഷ പരിപാടികൾ നിറഞ്ഞു നിൽക്കും. ഘോഷയാത്ര തുടങ്ങുന്നത് വൈകുന്നേരം 3:30 മുതൽ 4 മണിക്കുള്ളിൽ നമ്മളുടെ ചുങ്കം മണ്ണിൽ വെച്ചിട്ടാണ് ഇതിന്റെ തുടക്കം. പാലക്കാട്ടിന്റെ നഗരവീഥികളിലൂടെ കോട്ടമൈതാനം ചുറ്റി തിരിച്ച് യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതാണ് ഘോഷയാത്ര. ഇടവേള.
പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ചിനക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചുവെന്ന വാർത്ത തെറ്റ്. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതായി ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാപരമല്ലെന്ന വിവരം. പൂരം വെടിക്കെട്ടിന് അല്ല, മറിച്ച് പൂരത്തിന് മുന്നോടിയായുള്ള വിവിധ ദേശക്കൂത്തുകളുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുകൾക്കുള്ള അപേക്ഷകളാണ് നിഷേധിക്കപ്പെട്ടതെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പി ശശിധരൻ ഇന്ത്യൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഈ മാസം 14, 15, 20 തീയതികളിലായി വെടിക്കെട്ട് നടത്താൻ ലക്കിടി, വടക്കുമംഗലം, തെക്കുമംഗലം ദേശപൂര കമ്മിറ്റികൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയ അപേക്ഷകളാണ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. സ്കൂട്ടറിൽ ലോറി തട്ടി യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ സ്കൂട്ടറിൽ ലോറി തട്ടി മുണ്ടൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മണ്ണാർക്കാട് തച്ചമ്പാറ മാച്ചാന്തോട് വെച്ചാണ് അപകടമുണ്ടായത്. മുണ്ടൂർ ഏഴക്കാട് ആലങ്ങാട് 20-കാരൻ അഭിജിത്താണ് മരിച്ചത്. മലമ്പുഴ ITI വിദ്യാർത്ഥിയാണ്. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. അഭിജിത്തും സുഹൃത്ത് ജിതിനും കൂടി വരുമ്പോഴായിരുന്നു അപകടം. ജിതിൻ തെറിച്ചു വീണതിനാൽ ജീവഹാനിയുണ്ടായില്ല. മരണപ്പെട്ട അഭിജിത്തിന്റെ പിതാവ് രമേശ് ഗൾഫിലാണ്. അമ്മ രാധിക, സഹോദരി അഭിനയ. ഷുഹൈബ് അനുസ്മരണം മലമ്പുഴയിൽ നടന്നു. ഷുഹൈബിനെ അനുസ്മരിച്ചു. മലമ്പുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ഷുഹൈബ് അനുസ്മരണത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MC സജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് M ഷിജുമോൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ഉണ്ണികൃഷ്ണൻ, INTUC മണ്ഡലം പ്രസിഡന്റ് KC ഉണ്ണികൃഷ്ണൻ, നാച്ചിമുത്തു, വിദ്യാധരൻ, ശ്രീജിത്ത് ചെറാട്, ശംഭുകുമാർ, പ്രജീഷ്, രാംജി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ മന്ദരോഗ നിവാരണം പുതുപ്പരിയാരത്ത് നടന്നു. പാലക്കാട് നഗരസഭയിലും കോങ്ങാട് ഹെൽത്ത് ബ്ലോക്ക് ഉൾപ്പെടുന്ന 9 പഞ്ചായത്തുകളിലും മന്ദരോഗത്തിന്റെ വ്യാപനം കൂടുതലായി കാണപ്പെട്ടിരുന്നു. ദേശീയ മന്ദരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിൽ കാവിൽപ്പാട് വാർഡ് 12-ൽ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ P ജയപ്രകാശ് ഇരിപ്പശ്ശേരി, പൊട്ടക്കുളം അംഗനവാടികളിൽ നടന്ന പരിപാടികളിൽ ഗുളിക കഴിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ HI ശശാങ്കൻ, സിസ്റ്റർ ആതിര, അംഗനവാടി വർക്കർ റാഫിയ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്തു നിന്നുള്ള DHS ടീം വാർഡിൽ വീടുകളിൽ ചെന്ന് ഗുളിക ലഭിച്ചതും കഴിച്ചവരുടെയും വിവരങ്ങൾ ആരാഞ്ഞു. KP സുധീവിനെ അനുമോദിച്ചു. ജൂനിയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025-ൽ മിസ്റ്റർ പാലക്കാടും മിസ്റ്റർ കേരളയുമായി വിജയിച്ച KP സുധീവിനെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ബാങ്കിന്റെ ഉപഹാരം നൽകി. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി, ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു, KK രാമകൃഷ്ണൻ, S സഞ്ജീവ് എന്നിവരും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. 2025 വർഷാരംഭത്തിൽ തന്നെ തുടർച്ചയായി മിസ്റ്റർ പാലക്കാടും മിസ്റ്റർ കേരളയുമായി വിജയിച്ച സുദീപ് മികച്ച നേട്ടത്തിനാണ് അർഹനായിരിക്കുന്നത്. കണ്ണിയമ്പുറം KT ഹൗസിൽ പ്രദീപ് സുനിത ദമ്പതികളുടെ മകനാണ് സുദീപ്. 5 വർഷമായി ബോഡി ബിൽഡിംഗ് മേഖലയിൽ സജീവമായുള്ള സുദീപ് ബോഡി ബിൽഡിംഗ് മേഖലയിൽ പരിശീലനം നൽകുന്നതോടൊപ്പം യൂട്യൂബർ കൂടിയാണ്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്.
പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഹരിതകർമ്മസേന യൂസർ ഫീ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മറ്റന്നാൾ വ്യാപാരി മാർച്ച്. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകാൻ 1 വർഷത്തെ ഹരിതകർമ്മസേന യൂസർ ഫീസ് അടയ്ക്കണമെന്ന നിലപാടിൽ പ്രതിഷേധിച്ച് മറ്റന്നാൾ വ്യാപാരികൾ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ച് നടത്തും. മാലിന്യം ഉള്ള സമയത്ത് അത് കൃത്യമായി എടുക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ തയ്യാറാണെന്നും ഇല്ലാത്തവരെ ഫീസ് അടയ്ക്കണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് ആവശ്യം. മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങൾ മാസം 150 രൂപ ക്രമത്തിൽ വർഷം 1800 രൂപ നൽകണമെന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വ്യാപാരികൾ അറിയിച്ചു. അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് പരീക്ഷ നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഉറുദു അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉറുദു ടീച്ചേഴ്സ് അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി സബ് ജില്ലയിൽ അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് പരീക്ഷ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാഭവൻ ഹാളിൽ നടന്നു. പ്രധാന അധ്യാപിക സുനിതകുമാരി ഉദ്ഘാടനം ചെയ്തു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. KUTA പാലക്കാട് റവന്യൂ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് C, സബ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ P, സെക്രട്ടറി ഉമ്മർ A, ട്രഷറർ റഹീം K, ഷംസുദ്ദീൻ, ഷൗക്കത്ത് അലി, സൈനുദ്ദീൻ, ഫസലുർ റഹ്മാൻ, അബ്ദുൽ ജലീൽ, ആഫില, സിസ്റ്റർ സിമി, സൂഫൂറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാട്ടുകൽ കടമ്പഴിപ്പുഴം റോഡിൽ നാളെ മുതൽ മാർച്ച് 30 വരെ ഗതാഗതം നിരോധിച്ചു. നാട്ടുകൽ പാലോട്, ചെത്തല്ലൂർ, മുറിയൻകണ്ണി, പനാംകുന്ന്, ഇറക്കിങ്ങൽ, കരിപ്പമണ്ണ, തുമ്പക്കണ്ണി, കടമ്പഴിപ്പുറം റോഡിൽ പുതിയ കൾവർട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ 13 മുതൽ അടുത്ത മാസം 30 വരെ ഈ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പേഴുമട്ട പഞ്ചായത്ത് റോഡ് വഴി ഇരുമ്പാലശ്ശേരിക്കും തിരിച്ചും കടന്നു പോകണമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം മണ്ണാർക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമി തരംമാറ്റത്തിന് ഇളവനുവദിച്ച് സർക്കാർ ഉത്തരവായി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസ് വീഴ്ച തുറന്നു പറഞ്ഞ് മുഖ്യമന്ത്രി. വന്യജീവി ആക്രമണം സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് A. പ്രഭാകരൻ MLA. മംഗലം ഗോവിന്ദാപുരം പാത അടിയന്തര നവീകരണത്തിന് 7,50,00,000 പരിഗണനയിലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.